നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാൻ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ചയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്? അനുജ, സമീപകാലത്തായി ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ ഉണ്ടായ സമാന സ്വഭാവമുള്ള പ്രതിഷേധങ്ങളാണ് എന്ന വിലയിരുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ഉള്ളത്. പ്രത്യേകിച്ച് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം അത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പുതിയ തലമുറ സമരങ്ങൾക്കുള്ള സാധ്യത അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇതിനെ എങ്ങനെ നേരിടണം എന്നതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ പഠിക്കാനുള്ള ഒരു തീരുമാനം ഡൽഹി പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനായാണ് ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച ഉന്നതതല യോഗം വിളിച്ചത്. അത് 3 ഇന്റലിജൻസ് ബ്രാഞ്ച്, ഓപ്പറേഷൻസ് യൂണിറ്റ്, ഡൽഹി ആംഡ് പോലീസ് എന്നിവരുടെ മേധാവികളെ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള പ്രത്യേക പദ്ധതി തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള ജനക്കൂട്ട സമരങ്ങളെ നേരിടാൻ ഡൽഹി പോലീസിന്റെ കൈവശമുള്ള മാരകമല്ലാത്ത ആയുധങ്ങൾ, അത് ബാരിക്കേഡുകൾ, ലാത്തികൾ, കൂടാതെ കണ്ണീർവാതക ഗ്രനേഡുകൾ അടക്കമുള്ള ഉപകരണങ്ങളുടെ പട്ടിക, അതിന്റെ കണക്കെടുപ്പ് നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ആളുകളെ ഒന്നിപ്പിക്കുന്നത് നിരീക്ഷിക്കുന്നതിനായുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. ഇതിനായി ഈ ജൻസി പ്രക്ഷോഭം ഏത് തരത്തിലാണ് രൂപപ്പെട്ടത് എന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായി ഡൽഹി പോലീസ് പഠിച്ചു വരികയാണ്. ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാനും വിലയിരുത്താനുമാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.